എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായ സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. എന്നാൽ കോളനിവൽക്കരണത്തിലൂടെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും തങ്ങളുടേതായ അല്ലെങ്കിൽ തനതായ സംസ്കാരവും പാരമ്പര്യവും നഷ്ടമായി. അതിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ തനതായ സംസ്കാരവും പാരമ്പര്യവും നഷ്ടപ്പെട്ട ആ സംഭവം വിവരിക്കുന്ന ഒരു കവിതയാണ് ദ മിസ്റ്റിക് ഡ്രം, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ഗബ്രിയേൽ ഒക്കാര. ഗബ്രിയേൽ ഒക്കാര വളരെ പ്രശസ്തനായ നൈജീരിയൻ എഴുത്തുകാരനാണ്. ഗബ്രിയേൽ ഒക്കാരയുടെ വളരെ മനോഹരമായ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കവിതയാണ് ദ മിസ്റ്റിക് ഡ്രം. ഈ കവിതയിൽ ദ മിസ്റ്റിക് ഡ്രം എന്ന് പറയുന്നത് സിംബലാണ്. അത് സിംബലൈസ് ചെയ്യുന്നത്, ഇറ്റ് സിംബലൈസസ് ദ ഇൻഡിജിനസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ തനതായ സംസ്കാരവും പാരമ്പര്യവുമാണ് ദ മിസ്റ്റിക് ഡ്രം അല്ലെങ്കിൽ മിസ്റ്റിക് ഡ്രം എന്ന സിംബലിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി ഇത് സാധാരണ എക്സാമിൽ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് മിസ്റ്റിക് ഡ്രം. മിസ്റ്റിക് ഡ്രമ്മിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് സിംബലൈസസ് the indigenous culture and tradition of Africa. The mystic drum in my inside, and fishes danced in the rivers, and men and women danced on to the rhythm of my drum. ഇവിടെ നമ്മൾ പറഞ്ഞു മിസ്റ്റിക് ഡ്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻഡിജിനസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഓഫ് ആഫ്രിക്ക. അദ്ദേഹം പറയാണ് ദ മിസ്റ്റിക് ഡ്രം ഇൻ മൈ ഇൻസൈഡ്. ഇൻ മൈ ഇൻസൈഡ് മീൻസ് ഇൻ മൈ ഹാർട്ട് ദർ ഈസ് എ മിസ്റ്റിക് ഡ്രം. ഒരു മിസ്റ്റിക് ഡ്രം ഉണ്ട് എൻ്റെ ഹൃദയത്തിൽ. അതായത് ആ ആഫ്രിക്കയുടെ തനതായ സംസ്കാരവും പാരമ്പര്യവുമാണത്, അതെൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ദ ഫിഷസ് ഡാൻസ്ഡ് ഇൻ ദ റിവേഴ്സ്. ആ തനതായ കൾച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു ആഫ്രിക്കൻ തനിമയിൽ നദികളിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ടായിരുന്നു. ആ മത്സ്യങ്ങൾ ഡാൻസ് ചെയ്തിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. ആ മത്സ്യങ്ങളൊക്കെ സന്തോഷമുള്ളതായിരുന്നു. ആൻഡ് മെൻ ആൻഡ് വിമൻ ഡാൻസ്ഡ് ഓൺ ടു ദ റിതം ഓഫ് മൈ ഡ്രം. എൻ്റെ ഡ്രമ്മിൻ്റെ ആ ഒരു ബീറ്റിങ്ങിനനുസരിച്ച്, അതായത് എൻ്റെ ഡ്രമ്മിൻ്റെ താളത്തിനനുസരിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഡാൻസ് ചെയ്തിരുന്നു. ദറ്റ് മീൻസ് ഓൾ ദി പീപ്പിൾ ഇൻ ആഫ്രിക്ക ആർ ഹാപ്പി ഇൻ ദെയർ ട്രഡീഷൻ ആൻഡ് കൾച്ചർ. അവരുടെ ആ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും സന്തോഷമുള്ളവരായിരുന്നു ആഫ്രിക്കൻ ജനത. അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും അതേപോലെ തന്നെ മനുഷ്യവർഗങ്ങളും എല്ലാവരും സന്തോഷത്തിൽ ആറാടിയിരുന്നു. ഈ ഒരു മിസ്റ്റിക് ഡ്രമ്മിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആഫ്രിക്കൻ തനിമയിൽ എല്ലാവരും സന്തോഷമുള്ളവരായിരുന്നു. ബട്ട് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ട്രീ വിത്ത് ലീവ്സ് അറൗണ്ട് ഹെർ വേസ്റ്റ് ഷീ ഓൺലി സ്മൈൽഡ് വിത്ത് എ ഷേക്ക് ഓഫ് ഹെഡ്. പക്ഷേ ഈ ഒരു തനിമയിൽ ആ ഒരു പ്രദേശം ഇങ്ങനെ സന്തോഷത്തിൽ ആറാടുന്ന സമയത്ത് ദർ ഈസ് എ ലേഡി ഹൂ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ട്രീ. ഒരു മരത്തിൻ്റെ സൈഡിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ദ ലേഡി റെപ്രസെൻറ്റ്സ് ദ ന്യൂ കൾച്ചർ ഓർ ന്യൂ യൂറോപ്യൻ കൾച്ചർ. ആ പുതിയ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ദ കോളനൈസേഴ്സ്. അവിടെ വന്ന കോളനിവൽക്കരണത്തിന് വന്ന ആളുകളുടെ സംസ്കാരം. ആ സംസ്കാരമാണ് ഇവിടെ ഷീ എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ബട്ട് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ട്രീ, ഒരു മരത്തിൻ്റെ പിറകിലായിട്ട് എന്ത് ചെയ്തു? വിത്ത് ലീവ്സ് അറൗണ്ട് ഹെർ വേസ്റ്റ്, അവളുടെ നഗ്നത മറച്ചുകൊണ്ട്. ദറ്റ് മീൻസ് ഷീ ഈസ് ഹിഡൻ. അവൾ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ അവൾ എന്ത് ചെയ്തു? ഷീ ഓൺലി സ്മൈൽഡ് വിത്ത് എ ഷേക്ക് ഓഫ് ഹെഡ്. തല കുലുക്കി ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നു. ഈ സന്തോഷം, ആ പ്രദേശത്തിൻ്റെ സന്തോഷം അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളുടെയും മനുഷ്യവർഗത്തിൻ്റെയും ഒക്കെ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സന്തോഷം കണ്ടുകൊണ്ട് തലകുലുക്കി ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നു. ഇവിടെ ഷീ എന്ന് പറയുന്നത് ദ ന്യൂ കൾച്ചർ ഓഫ് ദ യൂറോപ്യൻസ്. പിന്നീട് എന്ത് ചെയ്തു? സ്റ്റിൽ മൈ ഡ്രം കണ്ടിന്യൂ ടു ബീറ്റ്. പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്, അവൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മൈ ഡ്രം കണ്ടിന്യൂ ടു ബീറ്റ്. എൻ്റെ ഈ ഡ്രം, എൻ്റെ ഈ മിസ്റ്റിക് ഡ്രം അത് വീണ്ടും അടിച്ചുകൊണ്ടേയിരുന്നു. അത് വീണ്ടും അതിൻ്റെ ബീറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. റിപ്ലിംഗ് ദ എയർ വിത്ത് ക്വിക്കഡ്നെസ് ടെമ്പോ, കമ്പലിംഗ് ദ ക്വിക്ക് ആൻഡ് ദ ഡെഡ് ടു ഡാൻസ് ആൻഡ് സിംഗ് വിത്ത് ദെയർ ഷാഡോസ്. Rippling the air with quickened tempo, compelling the quick and the dead to dance. വളരെ സ്പീഡിൽ അടിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു ഡ്രം ബീറ്റിൻ്റെ സൗണ്ട് വളരെ വേഗത്തിലായി. ഈ സ്ത്രീയെ അവഗണിച്ചുകൊണ്ട് എൻ്റെ ഡ്രം ബീറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഒരു ഡ്രം ബീറ്റിങ്ങിലൂടെ ഇറ്റ് വാസ് വെരി ക്വിക്ക്, വളരെ സ്പീഡി മൂവ്മെൻ്റ് ആണ്. ആ ഒരു സ്പീഡി മൂവ്മെൻറ്റിലൂടെ ആ ഒരു ബീറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് മേഡ് ദ ഡെഡ് പീപ്പിൾ ടു ഡാൻസ് ഓൺ ദ എർത്ത് ഓർ വിത്ത് ദെയർ ഷാഡോസ്. ഇവിടെ ഡെഡ് പീപ്പിൾ
ആ മരിച്ച ആളുകൾ പോലും ഡാൻസ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത്രത്തോളം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അത്ര അധികം ആവേശം ഉളവാക്കുന്ന ഒരു ബീറ്റിംഗ് ആണ്. അതോടുകൂടി ആ ഒരു ബീറ്റിങ്ങിൽ ജനത മുഴുവൻ വീണ്ടും പങ്കെടുത്തു. വളരെയധികം ആഹ്ലാദത്തിൽ ജനങ്ങൾ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ നിൽപ്പുണ്ടെന്ന് പോലും ആരും ചിന്തിക്കാത്ത ഒരവസ്ഥയാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ബട്ട് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ട്രീ വിത്ത് ലീവ്സ് അറൌണ്ട് ഹെർ വേസ്റ്റ് ഷീ only smiled with a shake of her head. വീണ്ടും ഈ സ്പീഡി മൂവ്മെന്റ്സ് തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴും ആ സ്ത്രീ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആൻഡ് ഷീ സ്മൈൽഡ് വിത്ത് ദ ഷേക്കിംഗ് ഓഫ് ഹർ ഹെഡ്. അവൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ ചിരിക്കുന്നത് തലകുലുക്കി ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള ആ ഒരു മട്ടില് തലകുലുക്കി ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ തന്നെയും ആ ഡ്രം ബീറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ. Then the drum beat with the rhythm of the things of the ground and invoked the eye of the sky, the sun and the moon and the river gods. എന്താണ് അദ്ദേഹം പറയുന്നത്? Then the drum beat with the rhythm of the things in the ground. There may be or there is the harmony between the beating of the drum and the things on the ground. ആ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ആ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും ആ ഡ്രം ബീറ്റിന്റെ ആ ഒരു താളത്തിൽ ലയിച്ചു. അതവിടെ ഒരു മേർജിങ് ഉണ്ടായി. അവർ ഒരുമിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ആ ഒരു താളം എല്ലാത്തിലും ആ പ്രകൃതിയിൽ തന്നെ ഒരു താളം കാണാൻ സാധിച്ചു. ആ ഡ്രം ബീറ്റിന്റെ അതേ താളം തന്നെ പ്രകൃതിയിൽ കാണാൻ സാധിച്ചു. ആൻഡ് ഇറ്റ് ഇൻവോക്ഡ് ദ ഐ ഓഫ് ദ സ്കൈ, ദ സൺ, ദ മൂൺ ആൻഡ് ദ റിവർ ഗോഡ്സ്. ആ ഡ്രം ബീറ്റിന്റെ സൗണ്ടിലൂടെ അത് ദേവതകളെ സ്തുതിക്കുന്ന രീതിയിലായി. അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും പ്രപഞ്ചങ്ങളെയും അല്ലെങ്കിൽ റിവർ ഗോഡ്സ് നദീ ദൈവങ്ങളെയും ഒക്കെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള താളമായി മാറി. അത്രത്തോളം ഒരു ഹാർമോണിയസ് ബ്ലെൻഡിങ് ഉണ്ടായിരുന്നു ആ ഒരു താളത്തിന്. ആ ഒരു തനതായ കൾച്ചറാണ്, ആഫ്രിക്കൻ കൾച്ചറാണ് ഇവിടെ പറയുന്നത്. ആ ഒരു കൾച്ചറിലൂടെ എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ ആ പ്രകൃതിയിലുള്ള എല്ലാം തന്നെയും സന്തോഷത്തിലായിരുന്നു. അവർക്കെല്ലാം ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, ഐക്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദ ട്രീസ് ബിഗാൻ ടു ഡാൻസ്. ഈ സമയത്ത് ട്രീസ്, മരങ്ങൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. സന്തോഷത്തിൽ അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മരങ്ങളും, ഇവിടെ മരങ്ങൾ സിംബലൈസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ ആണ് ഇവിടെ. മരങ്ങൾ ഡാൻസ് ചെയ്യുന്നത്, മരങ്ങളെന്ന് പറയുന്നത് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ആണ്, പക്ഷേ ഒരു മനുഷ്യൻ ഡാൻസ് ചെയ്യുന്നത് പോലെ കമ്പയർ ചെയ്യുന്നു. സോ ദ ട്രീസ് ബിഗാൻ ടു ഡാൻസ്. ഈ ഒരു താളത്തിൽ മരങ്ങൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ ഒരു സന്തോഷമാണ് പ്രകൃതിയിൽ മുഴുവൻ. ആ ഒരു സന്തോഷം നമുക്ക് കാണാം. പിന്നീട് ദ ഫിഷസ് ടേൺഡ് മെൻ. നദിയിലുള്ള മീനുകൾ മനുഷ്യരായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സന്തോഷത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങി. നദിയിലെ ആ മീനുകൾ മനുഷ്യന്മാരെ പോലെ സന്തോഷിച്ച് ഉല്ലസിക്കാൻ തുടങ്ങി. ആൻഡ് ദ മെൻ ടേൺഡ് ഫിഷസ്. മനുഷ്യൻ മീനുകളെ പോലെയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും അതേ രീതിയിൽ സന്തോഷിക്കാൻ തുടങ്ങി. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും തുല്യ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ തിങ്സ് സ്റ്റോപ്ഡ് ടു ഗ്രോ. അങ്ങനെ ആ സന്തോഷത്തിലൂടെ ദ തിങ്സ് സ്റ്റോപ്ഡ് ടു ഗ്രോ. വളരാൻ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് വളർച്ചയില്ലാതെയായി. ദറ്റ് മീൻസ് ദർ ഈസ് നോ ഏജിങ് ഇല്ലാതെയായി. വളർച്ച എന്ന് പറയുന്നത് സന്തോഷമുള്ള സമയത്ത് ഏജിങ് തോന്നുകയില്ല. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇവിടെ. സന്തോഷത്തിൽ ആറാടുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തിലാണ്. സോ ദർ ഈസ് നോ ഏജിങ്. അതാണ് ഇവിടെ സ്റ്റോപ്ഡ് ടു ഗ്രോ എന്ന് പറയുന്നത്. വളർച്ച നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഏജിങ് അറ്റ് ദാറ്റ് ടൈം. ഈ ഒരു സന്തോഷത്തിൽ ആ ആഫ്രിക്കൻ തനിമയിൽ അല്ലെങ്കിൽ ആ ആഫ്രിക്കൻ കൾച്ചറിൽ എല്ലാവരും സന്തോഷമുള്ളവരാണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. സോ ദർ ഈസ് നോ ഏജിങ് ഇൻ ദ കൺട്രി. ആ രാജ്യത്ത് ആ ഒരു ഏജിങ് ഇല്ലാതെ എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. ബട്ട് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ട്രീ വിത്ത് ലീവ്സ് ബിഹൈൻഡ് ഹെർ വേസ്റ്റ് ഷീ ഓൺലി സ്മൈൽഡ് വിത്ത് എ ഷേക്ക് ഓഫ് ഹെർ ഹെഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ വരിയാണ്, റിപ്പീറ്റഡ് ആണത്. പക്ഷേ ദർ ഈസ് ദ ലേഡി, ഷീ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ട്രീ. അവിടെ തന്നെ നിൽപ്പുണ്ട് ആ സ്ത്രീ. ആൻഡ് ഷീ ഈസ് സ്മൈലിംഗ് ആൻഡ് ഷേക്കിംഗ് ഹെർ ഹെഡ്. അവളുടെ തല കുലുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷീ ഈസ് സ്മൈലിംഗ്. അവൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചു തരാം, നിങ്ങളുടെ സന്തോഷം ഞാൻ ആസ്വദിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഞാനൊന്ന് കാണട്ടെ എന്ന രീതിയിൽ ദർ ഈസ്
the lady, and she is standing behind a tree, and she is covering, or she is covered with leaves around her waist. അവളുടെ നഗ്നത അവൾ മറച്ചിട്ടുണ്ട്, ലീവ്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവൾ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ മറഞ്ഞു നിന്നുകൊണ്ട് അവൾ ഈ ഒരു രംഗം കാണുന്നു, അതായത് ആ പ്രദേശത്തിന്റെ സന്തോഷം ആസ്വദിക്കുന്നു. then then the mystic drum in my inside stopped to beat, and men become men, fishes become fishes, and the sun and the moon found their places, and the dead went to the ground, and things began to grow. ഈ സമയത്ത് ഇത്രയും നേരവും ആ സ്ത്രീ അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയാണ്. ഈ സമയത്ത് then the mystic drum in my inside stopped to beat. എൻ്റെ ഹൃദയത്തിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു മിസ്റ്റിക് ഡ്രം, ഇറ്റ് സ്റ്റോപ്പ് ടു ബീറ്റ്. ഇതുവരെ മിടിച്ചുകൊണ്ടിരുന്നതാണ്, ഇതുവരെ ആ ഒരു ബീറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ നൗ ദ ഡ്രം സ്റ്റോപ്ഡ് ഇറ്റ്സ് ബീറ്റിംഗ്. അതിൻ്റെ ആ ഒരു ബീറ്റിംഗ് ഇപ്പോൾ നിലച്ചു. അതിപ്പം ബീറ്റ് ചെയ്യുന്നില്ല, അത് ആ ഒരു മിസ്റ്റിക് ഡ്രമ്മിൻ്റെ ബീറ്റിംഗ് നിലച്ചു ആ സമയത്ത്. ആൻഡ് മെൻ ബിക്കം മെൻ. നേരത്തെ നമ്മൾ പറഞ്ഞു മെൻ ടേൺഡ് ഫിഷസ്, മനുഷ്യന്മാർ മീനുകളായി മാറിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു ഡ്രം ബീറ്റിംഗ് നിലച്ചപ്പോൾ മെൻ ബിക്കം മെൻ ആൻഡ് ഫിഷസ് ബിക്കം ഫിഷസ്. മീനുകൾ മീനുകളായി മാറി, മനുഷ്യന്മാർ മനുഷ്യന്മാരായി മാറി. ദാറ്റ് മീൻസ് എല്ലാം ആ ഒരു എന്താണോ അവർ ആ ഒരു അവസ്ഥയിലേക്കായി. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഹാപ്പിനെസ്, സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലായി. അവരുടേതായ അവസ്ഥ എന്ന് പറയുന്നത് ദർ ഈസ് നോ ഹാപ്പിനെസ്, സന്തോഷമില്ലാത്ത അവസ്ഥ. ആൻഡ് ദ ട്രീസ്, ദ സൺ ആൻഡ് ദ മൂൺ ഫൗണ്ട് ദെയർ പ്ലേസസ്. മരങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞു ദ ട്രീസ് ആർ ഡാൻസിങ്. അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് നിന്ന മരങ്ങളൊന്നും ഇപ്പം ഇല്ല, മരങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് നിൽക്കുന്നു. അതേപോലെ തന്നെ ദ സൺ, ദ മൂൺ, അതേപോലെ തന്നെ റിവർ ഗോഡ്സ്, ഇതൊക്കെ ഓരോ ആളുകളും, അല്ലെങ്കിൽ ഈ സണ്ണ്, മൂണ്, സ്റ്റാർസ്, ഇതൊക്കെ അവയവരുടെ സ്ഥാനത്ത്, അവർ എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് നിൽക്കുന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഹാപ്പിനെസ്. അവർ എവിടെയാണോ ഉള്ളത്, ഇപ്പം നമ്മൾ പറയാറുണ്ട് സന്തോഷം അധികമാകുന്ന സമയത്ത് ഇതെന്താ തുള്ളിച്ചാടുന്നത്, നിലത്ത് നിൽക്കുന്നവർ. അപ്പം നമ്മളല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. പക്ഷേ ഇവിടെ ഓരോന്നും അവയവരുടേതായിട്ടുള്ള അവയുടെ സ്ഥാനത്തേക്ക് വന്നു. സൂര്യനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, അവർ നിന്ന അതേ സ്ഥാനത്തേക്ക് വന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഹാപ്പിനെസ് ആ ഒരു സമയത്ത്. ആൻഡ് ദ ഡെഡ് വെന്റ് ടു ദ ഗ്രൗണ്ട്. ഈ സമയത്ത് മരിച്ചവർ ഭൂമിയിലേക്ക് വന്നു. ദാറ്റ് മീൻസ് മരിച്ചവർ ഭൂമിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിയർഫുൾ അറ്റ്മോസ്ഫിയർ. ആ ഒരു പേടിപ്പിക്കുന്ന ഒരു അവസ്ഥ പ്രകൃതിയിൽ വന്നു. അതായത് മരിച്ചവർ ഭൂമിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഫിയർഫുൾ അറ്റ്മോസ്ഫിയർ ഓൺ ദ ഗ്രൗണ്ട്. ആ ഒരു പ്രദേശത്ത് ആ ഒരു പേടിപ്പിക്കുന്ന, സന്തോഷമില്ലാത്ത അവസ്ഥ, അതേപോലെ ഒരു പേടിപ്പിക്കുന്ന അവസ്ഥ നിലവിൽ വന്നു. അതായത് കോളനൈസേഷൻ ആണ് പറയുന്നത്. കോളനിവൽക്കരണത്തിലൂടെ ആ സപ്രഷൻ, അവിടെയുള്ള ജനങ്ങളെ അടിച്ചമർത്തിയ ആ ഒരു കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ തിങ്സ് ബിഗാൻ ടു ഗ്രോ. അതിലൂടെ ആ ഒരു ഫിയർഫുൾ അറ്റ്മോസ്ഫിയർ അവിടെ വന്നതിലൂടെ ദ തിങ്സ് ബിഗാൻ ടു ഗ്രോ. അവിടെ ഏജിങ് ഉണ്ടാകാൻ തുടങ്ങി. അതുവരെ ഏജിങ് ഇല്ലായിരുന്നു. ദ തിങ്സ് സ്റ്റോപ്പ് ടു ഗ്രോ, അതായിരുന്നു അവിടുത്തെ അവസ്ഥ. പക്ഷേ നൗ ദ കോളനൈസേഴ്സ്, ഓർ വിത്ത് ദ അറൈവൽ ഓഫ് ദ കോളനൈസേഴ്സ്, ദ തിങ്സ് ബിഗാൻ ടു ഗ്രോ. അവിടെ ഈ വസ്തുക്കൾ, എല്ലാ ജീവജാലങ്ങൾക്കും ഏജിങ് ഉണ്ടാകാൻ തുടങ്ങി. അവിടെ ഒരു ഫിയർഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. അതോടൊപ്പം തന്നെ ദർ ഈസ് നോ ഹാപ്പിനെസ് ഓൺ ദ ഗ്രൗണ്ട്. സോ ദ തിങ്സ് ബിഗാൻ ടു ഗ്രോ. ദാറ്റ് മീൻസ് ദർ കംസ് ഏജിങ്. And behind the tree she stood with the roots sprouting from her feet and leaves growing on her head and smoke issuing from her nose, and her lips parted in her smile turned cavity blushing darkness. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ദ ലേഡി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ട്രീ. ആ മരത്തിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ആ സ്ത്രീ. അങ്ങനെ അവൾ അവിടെ നിന്നിട്ട്, ആൻഡ് ബിഹൈൻഡ് ദ ട്രീ ഷീ സ്റ്റൂഡ് വിത്ത് റൂട്ട്സ് സ്പ്രൗട്ടിങ് ഹെർ ഫീറ്റ്. അവൾ അവിടെ നിന്ന് അവളുടെ കാലുകൾക്കുള്ളിലൂടെ വേര് മുളച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവൾ അവിടെ നിന്നിട്ട്, നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് നീ അവിടെ ഇരുന്നിട്ട് നിന്റെ വേര് ഇറങ്ങിപ്പോയോ എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ഈ സ്ത്രീ അവിടെ നിന്നിട്ട് അവളുടെ കാലിലൂടെ വേരുകൾ അവിടെ ഉറച്ചു. ആ വേരുകൾ ഉറച്ചിട്ട് ആൻഡ് ലീവ്സ് ഗ്രോയിങ് ഓൺ ഹെർ ഹെഡ്, അവളുടെ തലയിൽ ഇലകൾ വളരാൻ തുടങ്ങി. സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ദാറ്റ് മീൻസ് ദ ന്യൂ കൾച്ചർ ബിഗാൻ ടു ഫ്ലറിഷ് ഇൻ ആഫ്രിക്ക.
ആഫ്രിക്കയിൽ ഈ പുതിയ സംസ്കാരം, ഇവിടെ ലേഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പുതിയ സംസ്കാരമാണ്, ദ കൾച്ചർ ഓഫ് ദ കോളനൈസേഴ്സ്, അവരുടെ ആ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം അവിടെ വേര് പിടിച്ച് വളരാൻ തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത്, ദ ലീവ്സ് ഗ്രോയിങ് ഓൺ ഹെർ ഹെഡ്, അവളുടെ തലയിൽ ഇലകൾ മുളച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കൾച്ചർ ബിഗാൻ ടു ഫ്ലറിഷ് ഇൻ ആഫ്രിക്ക. അതിനുശേഷം ആൻഡ് സ്മോക്ക് ഇഷ്യൂയിങ് ഫ്രം ഹർ നോസ്, അവളുടെ മൂക്കിലൂടെ പുക വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്വാസമാണ്, ദ ബ്രെത്ത്. അവളുടെ മൂക്കിലൂടെ ശ്വാസം വരാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഷീ ബിക്കം വെരി സ്ട്രോങ്, അവളുടെ ആ ഒരു ശക്തമായ നിലനിൽപ്പ് ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ ആൻഡ് ഹർ ലിപ്സ് പാർട്ടഡ് ഇൻ ഹർ സ്മൈൽ, അവളുടെ ചിരിയിൽ, അവൾ ചിരിക്കുന്ന സമയത്ത് ദ ലിപ്സ് ബിഗാൻ ടു പാർട്ട്, ആ ലിപ്സ് നേരത്തെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നേരത്തെ ചിരിച്ചെങ്കിലും ദ ലിപ്സ് ആർ നോട്ട് പാർട്ടഡ്, പക്ഷെ ഇപ്പോഴ് ദ ലിപ്സ് ആർ പാർട്ടിങ്. അതെന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ആ ഒരു ഡീപ്നെസ് ആണ് കാണിക്കുന്നത്, ദ ഡീപ്നെസ് ഓഫ് ദ ന്യൂ കൾച്ചർ. ആ ഒരു പുതിയ സംസ്കാരം അവിടെ വേരുറപ്പിച്ചതിൻ്റെ ആ ഒരു ശക്തി കാണിക്കുകയാണ്. ആൻഡ് ടേൺഡ് ക്യാവിറ്റി ബ്ലച്ചിങ് ഡാർക്ക്നെസ്, ആൻഡ് ദിസ് സ്ട്രെങ്ത് ഷോസ് ദ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പേടിപ്പിക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ്, അതായത് കോളനൈസേഴ്സ് ബിഗാൻ ടു സപ്രസ് ദ പീപ്പിൾ, ആ നേറ്റീവ്സിനെ അടിച്ചമർത്തി അവിടെ ആ ഒരു ഭീകരത സൃഷ്ടിച്ചു. ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ്, ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത്. ദിസ് ന്യൂ കൾച്ചർ flourished in Africa and it began to suppress the native people. Then I packed my mystic drum and turned away, never to beat so loud anymore. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും, അതായത് ഈ സ്ത്രീ വളരെ ശക്തമായിട്ട് നിലനിൽക്കാൻ തുടങ്ങി, അവളുടെ കാലുകളിലൂടെ വേരുകൾ ഉറപ്പിച്ചു, അതേപോലെ അവളുടെ തലയിൽ ഇലകൾ വന്നു. ഈ ഒരു സമയത്ത് ദെൻ ഐ പാക്ഡ് മൈ മിസ്റ്റിക് ഡ്രം, ഞാൻ എൻ്റെ മിസ്റ്റിക് ഡ്രം പാക്ക് ചെയ്തു. ആൻഡ് ടേൺഡ് അവേ, അവിടെ നിന്നും പോകാൻ ഒരുങ്ങി, കാരണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നെവർ ടു ബീറ്റ് സോ ലൗഡ് എനിമോർ, പിന്നീട് ഞാൻ എൻ്റെ മിസ്റ്റിക് ഡ്രം വളരെ ശക്തമായിട്ട് ബീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ബീറ്റ് ചെയ്യാറുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ മിസ്റ്റിക് ഡ്രം ശക്തമായിരുന്നില്ല, കാരണം എൻ്റെ ആ ഒരു തനതായ ഇൻഡിജിനസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ വെർ സപ്രസ്ഡ് ബൈ ദ കോളനൈസേഴ്സ്. ഈ കോളനൈസേഴ്സ് അവരുടെ സംസ്കാരം, നമ്മളുടെ കേരളത്തിലും അതുപോലെ തന്നെയായിരുന്നു, ഇന്ത്യയിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജീവിത രീതി, അതിനെയൊക്കെ മാറ്റിമറിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അവരുടെ ആ ഒരു സംസ്കാരം പാരമ്പര്യമൊക്കെ നമ്മളുടെ രാജ്യത്ത് കൊണ്ടുവരാനും അതിലൂടെ നമ്മളുടെ സംസ്കാരവും തനിമയും ഒക്കെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അതേപോലെ തന്നെയാണ് ആഫ്രിക്കയുടെ അവസ്ഥയും. ആ ഒരു കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിലൂടെ ആഫ്രിക്കയുടെ തനതായ സംസ്കാരവും പാരമ്പര്യവും മാറ്റിയെടുക്കാൻ ഈ കോളനൈസേഷന് കഴിഞ്ഞു. ഈ കോളനിവൽക്കരണത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു, നല്ലതും ചീത്തയുമായിട്ടുള്ള മാറ്റങ്ങൾ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു തനതായ സംസ്കാരവും പാരമ്പര്യവും നഷ്ടപ്പെടാനും ഈ ഒരു കോളനിവൽക്കരണം ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, മിസ്റ്റിക് ഡ്രം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ മിസ്റ്റിക് ഡ്രം. അതേപോലെ ഹൂ ഈസ് ദ ഷീ റെപ്രസെൻറ്റഡ് ഇൻ ദിസ് ചാപ്റ്റർ, അത് ചോദിക്കാം. ഇതിനകത്ത് പറയുന്നത് ഷീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ് ആയിട്ട് ചോദിക്കാവുന്നത് ദ കോളനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ആഫ്രിക്ക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.